നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, ഒരു കുഞ്ഞു മെസ്സേജിന് പോലും നിങ്ങളുടെ മൂഡിനെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് പറ്റും. ആരെങ്കിലും ഒന്ന് ലിറ്റിൽ ഡ്രൈ ആയിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ആരെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ക്രിറ്റിസിസം പറഞ്ഞാൽ പോലും അത് ആ ദിവസം മുഴുവൻ നിങ്ങളുടെ തലയിൽ നിൽക്കും. ഈവൻ ഹാർഷ് ആയിട്ടല്ല സംസാരിച്ചതെങ്കിൽ പോലും ചില സമയങ്ങളിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കോൺവെർസേഷൻസ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ തലയിലിട്ട് അതിന് കീറി മുറിച്ച് നോക്കാറുണ്ട് ഓരോരോ വാക്കുകളായിട്ട്. ആൻഡ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാട്ട് എന്താണെന്നറിയോ, നിങ്ങൾ ആളുകളെ പറ്റി നന്നായിട്ട് കെയർ ചെയ്യും. അങ്ങനെ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ people can easily affect you and sometimes they can even use you with that. സെൻസിറ്റീവ് ആവുക എന്നുള്ളതൊരു ബാഡ് ആയിട്ടുള്ള ക്യാരക്ടർ ട്രീറ്റ് ഒന്നുമല്ല. നിങ്ങൾ കൂടുതലായിട്ട് ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്നു, ആളുകളെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ കൂടുതൽ സെൻസിറ്റീവ് ആവുക എന്നുള്ളത് കൂടുതലായിട്ട് മെന്റൽ പീസിനെ കളയുക എന്നുള്ളൊരു സംഭവം കൂടിയായിട്ട് മാറും. സംടൈംസ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ വരെ അഫക്റ്റ് ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങളെ ഹേർട്ട് ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ വരെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ ഇതിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുക? ആദ്യത്തെ കാര്യം, എന്തിനും റിയാക്ട് ചെയ്തതിന് മുമ്പായിട്ട് ഒന്ന് പോസ് ചെയ്യാം. കാരണം എല്ലാ മെസ്സേജിലും, എല്ലാ ടോണിലും, എല്ലാ സൈലൻസിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഹിഡൻ മെസ്സേജ് ഉണ്ടാവണം എന്നില്ല. രണ്ടാമത്തെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറ്റിയാണെന്നുള്ളൊരു അസംഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതങ്ങനെയല്ല. ആൻഡ് തേർഡ് വൺ, ഒരു ഇമോഷണൽ ബൗണ്ടറി എപ്പോഴും കീപ്പ് ചെയ്യുക. ആളുകളെ പറ്റി കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അവരുടെ ഒരു ചെറിയ ആക്ഷൻ പോലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബൗണ്ടറി ഇടേണ്ട സമയമായി. ഈ വീഡിയോ നിങ്ങളുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ